ولو أن قرآنا سيرت به الجبال أو قطعت به الأرض أو كلم به الموتى بل لله الأمر جميعا أفلم ييأس الذين آمنوا أن لو يشاء الله لهدى الناس جميعا ولا يزال الذين كفروا تصيبهم بما صنعوا قارعة أو تحل قريبا من دارهم حتى يأتي وعد الله إن الله لا يخلف الميعاد. പർവ്വതങ്ങളെ ചലിപ്പിക്കുകയോ ഭൂമിയെ പിളർത്തുകയോ മരിച്ചവരെ ശ്മശാനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് സംസാരിപ്പിക്കുകയോ ചെയ്യാൻ ശക്തിയുള്ള ഒരു ഖുർആനാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ എന്താണുണ്ടാവുക? ഇത്തരം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരിക പ്രയാസകരമൊന്നുമല്ല. എന്നാൽ അധികാരമത്രയും അല്ലാഹുവിന്റെ ഹസ്തത്തിൽ മാത്രമാകുന്നു. ഇതുവരെ നിഷേധികൾ ആവശ്യപ്പെടുന്ന എന്തെങ്കിലും ദിവ്യാത്ഭുതം പ്രത്യക്ഷമാകുമെന്ന് മോഹിക്കുന്ന വിശ്വാസികൾ അല്ലാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ സകല മനുഷ്യരെയും സന്മാർഗത്തിലാക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കി ഇനിയും ആ വിചാരം വെടിയാറായിട്ടില്ലേ? അല്ലാഹുവിനോട് ധിക്കാരനയം അനുവർത്തിച്ചവർക്ക് അവരുടെ ചെയ്തികൾ നിമിത്തം ഓരോരോ അത്യാഹിതങ്ങൾ ഭവിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അവരുടെ വീടിനടുത്തായി ആപത്തിറങ്ങും. അല്ലാഹുവിന്റെ വാഗ്ദാനം പുലരുന്നതുവരെ ഈ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. ഈ സൂക്തം ഗ്രഹിക്കുന്നതിന് ഈ സംബോധന സത്യനിഷേധികളോടല്ല, മറിച്ച് സത്യവിശ്വാസികളോടാണെന്ന വസ്തുത മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സത്യനിഷേധികൾ പലതവണ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നത് മുസ്ലിങ്ങൾ കേട്ടിരുന്നു. അതിനാൽ അവരാവശ്യപ്പെടുന്നത് പോലെ വല്ല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് മുസ്ലിങ്ങൾ അസ്വസ്ഥരായി. പിന്നീട് അത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളൊന്നും വരാത്തത് കാരണം നബി തിരുമേനിയുടെ പ്രവാചകത്വത്തെക്കുറിച്ച് ജനഹൃദയങ്ങളിൽ പലവിധ സംശയങ്ങളും പ്രചരിപ്പിക്കാൻ നിഷേധികൾക്ക് അവസരം ലഭിച്ചു. അതുകൂടി കണ്ടപ്പോൾ അവരുടെ അസ്വാസ്ഥ്യം വർദ്ധിച്ചു. ഈ പരിതോവസ്ഥയിൽ ഖുർആൻ മുസ്ലിങ്ങളോട് പറയുന്നു, ഖുർആന്റെ ഏതെങ്കിലും അധ്യായത്തോടൊപ്പം ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കൂടി പൊടുന്നനെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ജനങ്ങൾ വിശ്വസിക്കുമെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ഒരു ദൃഷ്ടാന്തം പ്രത്യക്ഷപ്പെടുകയേ വേണ്ടൂ, ഉടനെ അവർ വിശ്വസിക്കാൻ സന്നദ്ധരായി കാത്തിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടോ? ഖുർആന്റെ അധ്യാപനങ്ങൾ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, പ്രവാചകന്റെ പരിശുദ്ധമായ ജീവിതം, സ്വഹാബികളുടെ വിപ്ലവാത്മകമായ ജീവിതം എന്നിവയിലൊന്നും സത്യത്തിന്റെ പ്രകാശം കാണാത്തവർ പർവ്വതങ്ങളുടെ ചലനങ്ങളിലും ഭൂമിയുടെ പിളർപ്പിലും മരണപ്പെട്ടവരുടെ പുനരുജ്ജീവനത്തിലും സത്യം കണ്ടെത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ദൃഷ്ടാന്തങ്ങൾ കാണിക്കാതിരിക്കാനുള്ള അടിസ്ഥാന കാരണം അവ കാണിക്കാൻ അല്ലാഹുവിന് കേൾപ്പില്ലാത്തതല്ല, മറിച്ച് ആ മാർഗം സ്വീകരിക്കുന്നത് അല്ലാഹുവിന്റെ ഉദ്ദേശത്തിന് വിരുദ്ധമാണെന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നതാണ് ഇവിടെ മൗലിക ലക്ഷ്യം. ഏതെങ്കിലും ഒരു പ്രവാചകനിൽ വിശ്വസിക്കുക എന്നതല്ല. മാർഗദർശനമാവട്ടെ ജനങ്ങളുടെ ചിന്തയിലും വീക്ഷണത്തിലും മാറ്റം വരാതെ സാധ്യവുമല്ല. കാര്യങ്ങളൊന്നും ഗ്രഹിക്കാതെ കേവലം അന്ധമായ ഒരു വിശ്വാസമാണ് ആവശ്യമായിരുന്നതെങ്കിൽ അതിനുവേണ്ടി ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് സാഹസപ്പെടുന്നതെന്തിന്? അല്ലാഹു എല്ലാ മനുഷ്യരെയും വിശ്വാസികളായിക്കൊണ്ട് തന്നെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നല്ലോ. وَلَقَدِ اسْتُهْزِئَ بِرُسُلٍ مِّن قَبْلِكَ فَأَمْلَيْتُ لِلَّذِينَ كَفَرُوا ثُمَّ أَخَذْتُهُمْ فَكَيْفَ كَانَ عِقَابِ. നിനക്കു മുമ്പും വളരെയേറെ ദൈവദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിഷേധികൾക്ക് നാം എപ്പോഴും സാവകാശം നൽകിയിരുന്നു. അവസാനം അവരെ പിടികൂടി. നോക്കുക, എന്റെ ശിക്ഷ എത്ര കഠോരമായിരുന്നു. أفمن هو قائم على كل نفس بما كسبت وجعلوا لله شركاء قل سموهم
أم تنبئونه بما لا يعلم في الأرض أم بظاهر من القول بل زين للذين كفروا مكرهم وصدوا عن السبيل ومن يضلل الله فما له من هاد. ഓരോ ജീവിയുടെയും സമ്പാദ്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാരോ അവന് ജനം പങ്കാളികളെ കൽപ്പിച്ചിരിക്കുന്നു. പ്രവാചകൻ അവരോട് പറയുക, ഈ കൽപ്പിത ദൈവങ്ങൾ യഥാർത്ഥ ദൈവത്തിന്റെ പങ്കാളികൾ തന്നെയാണെങ്കിൽ അവരുടെ പേരുകളൊന്ന് പറയുവിൻ. നിങ്ങൾ അല്ലാഹുവിന് അവന്റെ ഭൂമിയിലുള്ള അവനറിയാത്ത ഒരു കാര്യം അറിയിച്ചു കൊടുക്കുകയാണോ? അതോ വെറുതെ വായിൽ വരുന്നത് തട്ടിവിടുകയോ? പക്ഷേ സത്യസന്ദേശം സ്വീകരിക്കാൻ വിസമ്മതിച്ചവരുടെ കുതന്ത്രങ്ങൾ അവർക്ക് ഛേദോഹരമാക്കപ്പെടുകയും അവർ നേർമാർഗത്തിൽ നിന്ന് തടയപ്പെടുകയും ചെയ്തിരിക്കുന്നുവെന്നതത്രേ യാഥാർത്ഥ്യം. അല്ലാഹു വഴിതെറ്റിച്ചവരെ മാർഗദർശനം ചെയ്യാൻ ആരുമുണ്ടായിരിക്കുന്നതല്ല. ഓരോ വ്യക്തിയുടെയും അവസ്ഥയെക്കുറിച്ച് വ്യക്തിപരമായി തന്നെ അറിവുള്ളവനാണവൻ. ഏതെങ്കിലും നല്ല മനുഷ്യന്റെ നന്മയോ ദുഷ്ടന്റെ ദുഷ്ടതയോ അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞുപോവുകയില്ല. മറ്റുള്ളവരെ അവന്റെ തുല്യനും പങ്കുകാരനുമാക്കി വെക്കുക. അവന്റെ സത്തയിലും ഗുണങ്ങളിലും അവകാശങ്ങളിലും സൃഷ്ടികളെ പങ്കുചേർക്കുക. അവന്റെ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം പ്രവർത്തിക്കാമെന്നും ആരുടെയും മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടതില്ലെന്നും വിചാരിക്കുക. ഇതെല്ലാമാണ് ധിക്കാരം. നിങ്ങൾ ചിലരെ അല്ലാഹുവിന്റെ പങ്കുകാരാക്കി വെച്ചിട്ടുണ്ടല്ലോ. അവർക്ക് 3 അവസ്ഥകളാണുള്ളത്. ഒന്ന്, അല്ലാഹു ഇന്ന അസ്തിത്വങ്ങളെ തന്റെ ഗുണങ്ങളിലും അധികാരാവകാശങ്ങളിലും പങ്കുകാരായി നിശ്ചയിച്ചിരിക്കുന്നുവെന്നതിന് വല്ല തെളിവും കിട്ടിയിരിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ആ പങ്കാളികൾ ആരൊക്കെയാണെന്നും അവരെ അല്ലാഹു പങ്കുകാരാക്കി നിശ്ചയിച്ചിരിക്കുന്നു എന്നതിന് നിങ്ങൾക്ക് എന്ത് തെളിവുകളാണ് കിട്ടിയതെന്നും ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരിക. രണ്ടാമത്തെ അവസ്ഥ ഇതാണ്: ഭൂമിയിൽ ചില ആളുകൾ അവന്റെ പങ്കാളികളായി തീർന്നിട്ടുണ്ട്. ഈ കാര്യം അല്ലാഹുവിന് സ്വന്തം നിലയിൽ അറിവില്ലാത്തതിനാൽ നിങ്ങൾ അവനെ അതറിയിക്കാൻ പോകുകയാണ്. അതാണ് കാര്യമെങ്കിൽ നിങ്ങളുടെ ആ നിലപാട് തുറന്നു സമ്മതിക്കൂ. എങ്കിൽ നിങ്ങളുടെ നിരർത്ഥമായ ഈ മാർഗത്തെ പിന്തുടരുന്ന എത്ര പടുവിഡ്ഢികൾ ഭൂമിയിലുണ്ടെന്ന് നമുക്കുമൊന്ന് കാണാമല്ലോ. ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നെ മൂന്നാമത് ഒരു രൂപമേയുള്ളൂ. അതായത്, നിങ്ങൾ ഒരു തെളിവും അടിസ്ഥാനവുമില്ലാതെ തോന്നുന്നവരെയെല്ലാം ദൈവത്തിന്റെ പങ്കാളികളാക്കി വെക്കുന്നു. തോന്നുന്നവരെയെല്ലാം ദാതാക്കളും ആവലാതി കേൾക്കുന്നവരുമെന്ന് വിചാരിക്കുന്നു. തോന്നുന്നവരെക്കുറിച്ചെല്ലാം ഇന്ന സ്ഥലത്തെ പരമാധികാരി ഇന്ന വ്യക്തിയാണെന്നും ഇന്ന പ്രവൃത്തികൾ അവരുടെ സഹായവും സഹകരണവും കൊണ്ടാണ് സാധിക്കുന്നതെന്നും വാദിക്കുന്നു. ഷിർക്കിനെ കുതന്ത്രമെന്ന് പറയാൻ ഒരു കാരണം ഇതാണ്: ആകാശഗോളങ്ങൾ, മലക്കുകൾ, ജിന്നുകൾ, മഹാത്മാക്കൾ തുടങ്ങി ഏതെല്ലാം സൃഷ്ടികളെ ദൈവത്തിന്റെ ഗുണങ്ങളും അധികാരങ്ങളും ഉള്ളവരാക്കി വെച്ചിരിക്കുന്നുവോ, ആരെയെല്ലാം ദൈവത്തിന്റെ പ്രത്യേക അവകാശങ്ങളിൽ പങ്കുചേർത്തിരിക്കുന്നുവോ, അവരിൽ ആരും തന്നെ ഒരിക്കലും ഈ ഗുണങ്ങളോ അധികാരങ്ങളോ വാദിച്ചിട്ടില്ല. ഈ അവകാശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞങ്ങളുടെ മുമ്പിൽ വന്ന് പൂജകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശരിപ്പെടുത്തി തരാമെന്ന് അവർ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുമില്ല. മറിച്ച് കുതന്ത്രക്കാരനായ മനുഷ്യന്റെ വേലയാണിത്. അവൻ സാധാരണക്കാർക്കിടയിൽ തന്റെ ദിവ്യത്വം നടപ്പാക്കുന്നതിനും അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഓഹരി പറ്റുന്നതിനും വേണ്ടി കുറെ കൃത്രിമ ദൈവങ്ങളെ ഉണ്ടാക്കിവെക്കുന്നു. ജനങ്ങളെ അവയിൽ വിശ്വസിപ്പിക്കുകയും തങ്ങളെ ഏതോ തരത്തിൽ ആ ദൈവങ്ങളുടെ പ്രതിനിധികളായി കൽപ്പിച്ചു വെക്കുകയും ചെയ്ത ശേഷം അവർ തങ്ങളുടെ ചൂഷണം ആരംഭിക്കുകയായി. ഷിർക്കിനെ കുതന്ത്രമെന്ന് പറയാൻ മറ്റൊരു കാരണം ഇതാണ്: ഇത് യഥാർത്ഥത്തിൽ മനസ്സിന്റെ ഒരു തന്ത്രമാണ്. ഭൗതിക പൂജയിലേക്കും ധാർമ്മികമായ അനിയന്ത്രിതാവസ്ഥയിലേക്കും നിരുത്തരവാദപരമായ ജീവിതത്തിലേക്കും രക്ഷപ്പെടുന്നതിനു വേണ്ടിയുള്ള ഒരു കള്ളവാതിലുമാണ്. മുശ്രിക്കുകളുടെ പ്രവർത്തനങ്ങളെ കുതന്ത്രമെന്ന് വിളിക്കാൻ മൂന്നാമത് ഒരു കാരണവും ശേഷം വരുന്നുണ്ട്. മനുഷ്യൻ ഒരു കാര്യത്തിനു പകരം മറ്റൊരു കാര്യം സ്വീകരിക്കുകയാണെങ്കിൽ സ്വയം സമാധാനം കണ്ടെത്താനും ജനങ്ങൾക്ക് തന്റെ നിലപാടിനെപ്പറ്റി വിശ്വാസം വരുത്താനും വേണ്ടി വിവിധ രൂപത്തിലുള്ള തെളിവുകൾ ഹാജരാക്കുന്നു. അങ്ങനെ താൻ സ്വീകരിച്ചത് തന്നെയാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. താൻ തിരസ്കരിച്ച കാര്യത്തിനെതിരിൽ കിട്ടാവുന്ന തെളിവുകളെല്ലാം പരതി പിടിക്കാൻ തുടങ്ങുന്നു. അവർ സത്യപ്രബോധനത്തെ നിരാകരിച്ചപ്പോൾ പ്രകൃതി നിയമത്തിനൊത്ത് അവർക്ക് അവരുടെ ദുർമാർഗവും ദുർമാർഗത്തിൽ നിലകൊള്ളാനുള്ള കുതന്ത്രവും ഛേദോഹരമായി തോന്നിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇതേ പ്രകൃതി നിയമത്തിനൊത്തു തന്നെയാണ് ഈ സന്മാർഗത്തിലേക്ക് വരുന്നതിൽ നിന്ന് അവർ തടയപ്പെട്ടിരുന്നതും. ലഹും അദാബുൻ
في الحياة الدنيا ولعذاب الآخرة أشق وما لهم من الله من واق. അത്തരക്കാർക്ക് ഐഹിക ജീവിതത്തിൽ തന്നെ ശിക്ഷയുണ്ട്. പരലോക ശിക്ഷ അതിനേക്കാൾ കഠിനമാകുന്നു. അവരെ അല്ലാഹുവിൽ നിന്ന് രക്ഷിക്കാൻ ആരുമുണ്ടായിരിക്കുന്നതല്ല. مثل الجنة التي وعد المتقون تجري من تحتها الأنهار أكلها دائم وظلها تلك عقبى الذين اتقوا وعقبى الكافرين النار. ദൈവഭയമുള്ള മനുഷ്യർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ മാതൃകയോ അതിന് കീഴെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിലെ ഫലങ്ങൾ എന്നുമുണ്ടായിരിക്കും. അതിലെ തണലും ശാശ്വതമാകുന്നു. ഇതത്രേ ദൈവഭക്തന്മാർക്കുള്ള പര്യവസാനം. സത്യനിഷേധികളുടെ പര്യവസാനം നരകമാകുന്നു. والذين آتيناهم الكتاب يفرحون بما أنزل إليك ومن الأحزاب من ينكر بعضه قل إنما أمرت أن أعبد الله ولا أشرك به إليه أدعو وإليه مآب. പ്രവാചക, നാം നേരത്തെ വേദം നൽകിയിട്ടുള്ളവർ നിനക്ക് അവതരിച്ച ഈ വേദത്തിൽ സന്തുഷ്ടരാകുന്നു. വിവിധ വിഭാഗങ്ങളിൽ ചിലർ അതിലെ ചില കാര്യങ്ങൾ അംഗീകരിക്കാത്തവരായുമുണ്ട്. നീ വ്യക്തമായി പറഞ്ഞുകൊടുക്കുക, ഞാൻ അല്ലാഹുവിന് മാത്രം അടിമപ്പെടാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരെ അവന്റെ പങ്കാളികളാക്കുന്നതിൽ നിന്ന് വിലക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഞാൻ അവങ്കിലേക്ക് മാത്രം ക്ഷണിക്കുന്നു. അവങ്കിലേക്ക് തന്നെയാകുന്നു എന്റെ മടക്കം. ഈ സന്ദർഭത്തിൽ എതിരാളികളുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പ്രത്യേക കാര്യത്തിന്റെ മറുപടിയാണിത്. അവർ പറഞ്ഞിരുന്നു, ഈ മനുഷ്യൻ സ്വയം വാദിക്കുന്ന പോലെ പൂർവ്വപ്രവാചകന്മാരുടെ അധ്യാപനങ്ങളുമായി തന്നെയാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ പൂർവ്വപ്രവാചകന്മാരുടെ അനുയായികളായ ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്തുകൊണ്ട് മുന്നോട്ട് വന്ന് ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നില്ല? ഇതിനു മറുപടിയായിക്കൊണ്ടാണ് പറയുന്നത്, അവരിൽ ചിലർ ഇദ്ദേഹത്തിൽ സന്തുഷ്ടരാണ്, ചിലർ അസന്തുഷ്ടരുമാണ്. പിന്നീട് അല്ലാഹു പ്രവാചകനോട് പറയുന്നു, ആരെങ്കിലും സന്തോഷിക്കട്ടെ വെറുക്കട്ടെ, താങ്കൾ വ്യക്തമായി പറഞ്ഞേക്കൂ, എനിക്ക് അല്ലാഹുവിൽ നിന്നാണ് ഈ അധ്യാപനം ലഭിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും ഞാൻ അതിനെ പിൻപറ്റുക തന്നെ ചെയ്യും. وكذلك أنزلناه حكما عربيا ولئن اتبعت أهواءهم بعدما جاءك من العلم ما لك من الله من ولي ولا واق. ഈ ഉപദേശത്തോടെ നാം ഈ അറബി ശാസനം അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ജ്ഞാനം ലഭിച്ചതിനു ശേഷവും നീ ജനത്തിന്റെ ഇച്ഛകളെ പിന്തുടരുകയാണെങ്കിൽ അല്ലാഹുവിനെതിരെ നിനക്ക് ഒരു രക്ഷകനുണ്ടായിരിക്കുകയില്ല. അവന്റെ ശിക്ഷയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാനും ആരുമുണ്ടായിരിക്കുകയില്ല. وَلَقَدْ أَرْسَلْنَا رُسُلًا مِّن قَبْلِكَ وَجَعَلْنَا لَهُمْ أَزْوَاجًا وَذُرِّيَّةً وَمَا كَانَ لِرَسُولٍ أَن يَأْتِيَ بِآيَةٍ إِلَّا بِإِذْنِ اللَّهِ لِكُلِّ أَجَلٍ كِتَابٌ. നിനക്ക് മുമ്പും നാം നിരവധി ദേവദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെയും ഭാര്യമാരും സന്തതികളുമുള്ളവരാക്കിയിരുന്നു. അല്ലാഹുവിന്റെ ഹിതമന്യേ ഒരു ദൃഷ്ടാന്തവും പ്രത്യക്ഷപ്പെടുത്താനുള്ള കഴിവ് ഒരു ദേവദൂതനും ഉണ്ടായിട്ടില്ല. എല്ലാ ഘട്ടത്തിനും ഒരു പ്രമാണമുണ്ട്. നബി തിരുമേനിക്കെതിരിൽ ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു ആരോപണത്തിന്റെ മറുപടിയാണിത്. അവർ പറഞ്ഞിരുന്നു, ഇത് നല്ല നബി, ഇദ്ദേഹത്തിന് ഭാര്യയും മക്കളുമെല്ലാമുണ്ട്. അപ്പോൾ പ്രവാചകന്മാർ ശരീരേച്ഛകളും മറ്റും ഉള്ളവരാണെന്നോ?
അള്ളാഹുവിന്റെ ഹിതമില്ലാതെ ദൃഷ്ടാന്തം പ്രത്യക്ഷപ്പെടുത്താനുള്ള കഴിവ് ഒരു ദേവദൂതനും ഉണ്ടായിട്ടില്ല എന്നാണിവിടെ പറയുന്നത്. ഇതും ആരോപണത്തിനുള്ള ഒരു മറുപടി തന്നെ. എതിരാളികൾ പറഞ്ഞിരുന്നു, മൂസാ നബി കയ്യിന്റെ ധവളിമ, വടി എന്നിങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഈസാ നബി അന്ധന്മാരെ കാഴ്ചയുള്ളവരാക്കി, വെള്ളപ്പാണ്ട്, കുഷ്ഠം പോലെയുള്ള മഹാവ്യാധികൾ സുഖപ്പെടുത്തി. സ്വാലിഹ് നബി ഒട്ടകത്തെ ദൃഷ്ടാന്തമായി കൊണ്ടുവന്നു. നീ എന്ത് ദൃഷ്ടാന്തമാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിനു മറുപടിയായിക്കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്: ഏതെല്ലാം നബിമാർ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടുണ്ടോ അവയൊന്നും തങ്ങളുടെ അധികാരമോ ശക്തിയോ ഉപയോഗിച്ച് കാണിച്ചതല്ല. അള്ളാഹു ആർ മുഖേന ഏത് ദൃഷ്ടാന്തം പ്രകടമാക്കുന്നത് ഉചിതമാണെന്ന് വിചാരിക്കുന്നുവോ അതുമാത്രം പ്രകടിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ വല്ലതും ഉചിതമാണെന്ന് അള്ളാഹുവിന് തോന്നിയാൽ അവൻ ഉദ്ദേശിക്കുന്നത് പ്രത്യക്ഷപ്പെടുത്തും. പ്രവാചകൻ ഒരിക്കലും അള്ളാഹുവിന്റെ അധികാരങ്ങൾ തനിക്കുണ്ടെന്ന് വാദിക്കുന്നവനല്ല. എന്നാലല്ലേ അദ്ദേഹത്തോട് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടേണ്ടതുള്ളൂ. يمحو الله ما يشاء ويثبت وعنده أم الكتاب. അള്ളാഹു ഇച്ഛിക്കുന്നത് മായ്ച്ചു കളയുന്നു, അവൻ ഇച്ഛിക്കുന്നത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. അവങ്കൽ മാത്രമാകുന്നു മൂലപ്രമാണം. എതിരാളികളുടെ മറ്റൊരാരോപണത്തിന്റെ മറുപടിയാണിതും. അവർ പറഞ്ഞിരുന്നു, മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെയുള്ളപ്പോൾ ഈ പുതിയ ഗ്രന്ഥത്തിന്റെ ആവശ്യമെന്ത്? അവയിൽ മാറ്റത്തിരുത്തലുകൾ വന്നിരിക്കുന്നുവെന്നും അവ ദുർബലമാക്കപ്പെട്ടിരിക്കുന്നുവെന്നും അതിനാൽ ഇപ്പോൾ ഈ പുതിയ ഗ്രന്ഥത്തെ പിന്തുടരാൻ കൽപ്പിച്ചിരിക്കുന്നുവെന്നും നീ പറയുന്നു. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താൻ എങ്ങനെ സാധിക്കും? ദൈവം എന്തുകൊണ്ടവയെ സംരക്ഷിച്ചില്ല? ദൈവിക ഗ്രന്ഥങ്ങൾ ദുർബലമാക്കപ്പെടുന്നതെങ്ങനെ? തൗറാത്തും ഇഞ്ചീലും അവതരിപ്പിച്ച അതേ ദൈവത്തിന്റെ തന്നെ ഗ്രന്ഥമാണിതെന്ന് നീ വാദിക്കുന്നു. ഇതെന്ത് കഥ? നിന്റെ ചില രീതികൾ തൗറാത്തിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധം. ഉദാഹരണമായി, ചില കാര്യങ്ങൾ ഹറാമാണെന്ന് തൗറാത്ത് വിധിച്ചിരിക്കുന്നുവെങ്കിൽ നീ അവ ഹലാലാണെന്ന് പറഞ്ഞ് ഭക്ഷിക്കുന്നു. ഈ ആരോപണങ്ങളുടെ മറുപടി ശേഷമുള്ള അധ്യായങ്ങളിൽ വളരെ വിശദമായി തന്നെ നൽകിയിരിക്കുന്നു. ഇവിടെ വളരെ സംക്ഷിപ്തവും എന്നാൽ സമഗ്രവുമായ ഒരു മറുപടി പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഉമ്മുൽ കിതാബ് എന്നതിന്റെ പദാർത്ഥം മൂലഗ്രന്ഥമെന്നാണ്. അതായത് എല്ലാ ആകാശഗ്രന്ഥങ്ങളുടെയും ഉറവിടമെന്ന് സാരം. وَإِمَّا نُرِيَنَّكَ بَعْضَ الَّذِي نَعِدُهُمْ أَوْ نَتَوَفَّيَنَّكَ فَإِنَّمَا عَلَيْكَ الْبَلَاغُ وَعَلَيْنَا الْحِسَابُ. പ്രവാചകരെ, നാം ഈ ജനത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിൽ ചിലത് ഒരുപക്ഷേ നീ ജീവിച്ചിരിക്കെ തന്നെ കാണിച്ചു തന്നേക്കാം. അല്ലെങ്കിൽ അത് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് നാം നിന്നെ തിരിച്ചു വിളിച്ചെന്നും വരാം. ഏതു നിലയ്ക്കും നിന്റെ കർത്തവ്യം സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതു മാത്രമാകുന്നു. വിചാരണ നടപടിയാവട്ടെ നമ്മുടെ ചുമതലയാണ്. ഉദ്ദേശ്യമിതാണ്: താങ്കളുടെ ഈ പ്രബോധനത്തെ കളവാക്കുന്നവരുടെ ശിക്ഷ എന്തായിരിക്കും? അതെപ്പോഴാണ് വരിക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ താങ്കൾ ചിന്തിക്കേണ്ടതില്ല. താങ്കളെ ചുമതലപ്പെടുത്തിയതെന്തോ അത് പൂർണ്ണ മനസ്സമാധാനത്തോടെ നിർവഹിച്ചു കൊണ്ടുപോവുക. അതിന്റെ അന്തിമവിധി നമുക്ക് വിട്ടുതരികയും ചെയ്യുക. ഇവിടെ സംബോധന പ്രത്യക്ഷത്തിൽ നബി തിരുമേനിയോടാണ്. പക്ഷേ നീ താക്കീത് ചെയ്യുന്ന ആപത്തുകളൊന്നും എന്തേ ഇനിയും വന്നു കാണാത്തത് എന്ന് പലതവണ വെല്ലുവിളിയുടെ രൂപത്തിൽ നബി തിരുമേനിയോട് ചോദിച്ചിരുന്ന എതിരാളികളെ കേൾപ്പിക്കുകയാണ് ഇവിടെ യഥാർത്ഥ ലക്ഷ്യം. أَوَلَمْ يَرَوْا أَنَّا نَأْتِي الْأَرْضَ نَنقُصُهَا مِنْ أَطْرَافِهَا وَاللَّهُ يَحْكُمُ لَا مُعَقِّبَ لِحُكْمِهِ وَهُوَ سَرِيعُ الْحِسَابِ. നാം ഈ ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുന്നതും അതിന്റെ വൃത്തത്തെ നാനാവശങ്ങളിൽ നിന്നും ചുരുക്കി വരുന്നതും ഈ ജനം കാണുന്നില്ലയോ? അള്ളാഹു ഭരിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. അവന്റെ വിധികളെ പുനരാലോചിക്കുന്നവരായി ആരുമില്ലയോ? അവൻ വേഗം വിചാരണ ചെയ്യുന്നവനാകുന്നു. ഇസ്ലാമിന്റെ സ്വാധീനം അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ മൂലകളിലേക്ക് പരന്നുകൊണ്ടിരിക്കുന്നതും നാനാഭാഗത്തും തങ്ങൾക്ക് പ്രദേശങ്ങൾ കുടുസായി വരുന്നതും താങ്കളുടെ എതിരാളികൾ കാണുന്നില്ലേ? ഇതെല്ലാം ആപത്തിന്റെ അടയാളമല്ലെങ്കിൽ പിന്നെന്താണ്? ഭൂമിയുടെ പരിധിയെ നാം ചുരുക്കിക്കൊണ്ടുവരുന്നു എന്ന അള്ളാഹുവിന്റെ പ്രസ്താവന സൂക്ഷ്മമായ ഒരു ശൈലിയാണ്. എന്തുകൊണ്ടെന്നാൽ
സത്യപ്രബോധനം അള്ളാഹുവിങ്കൽ നിന്നാണ് ഉണ്ടാവുന്നത്. ആ പ്രബോധനം നിർവഹിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു. അതിനാൽ ഭൂമിയുടെ ഏത് ഭാഗത്തും ഈ പ്രബോധനം വ്യാപിക്കുമ്പോൾ അതേപ്പറ്റി നാം വ്യാപിപ്പിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു. وَقَدْ مَكَرَ الَّذِينَ مِنْ قَبْلِهِمْ فَلِلَّهِ الْمَكْرُ جَمِيعًا يَعْلَمُ مَا تَكْسِبُ كُلُّ نَفْسٍ وَسَيَعْلَمُ الْكُفَّارُ لِمَنْ عُقْبَى الدَّارِ. ഇവർക്ക് മുമ്പ് കടന്നുപോയിട്ടുള്ള ജനങ്ങളും വലിയ വലിയ തന്ത്രങ്ങൾ പയറ്റി നോക്കിയിട്ടുണ്ട്. എന്നാൽ നിർണായകമായ തന്ത്രങ്ങളൊക്കെയും അള്ളാഹുവിന്റെ കരങ്ങളിലാകുന്നു. ആർ എന്തു നേടിക്കൊണ്ടിരിക്കുന്നുവെന്ന് അവനറിയാം. ആരുടേതാണ് ശുഭപര്യവസാനമെന്ന് ഈ സത്യനിഷേധികളും അറിയാൻ പോവുകയാണ്. സത്യത്തിന്റെ ശബ്ദത്തെ അടിച്ചമർത്തുന്നതിനു വേണ്ടി കളവ്, കുതന്ത്രം, അക്രമം തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിക്കുക എന്നത് ഇന്നിപ്പോൾ പുതുതായി ആരംഭിച്ചതൊന്നുമല്ല. ചരിത്രത്തിൽ നിരവധി തവണ ഇത്തരം കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് സത്യപ്രബോധനത്തെ പരാജയപ്പെടുത്താൻ കുൽസിത ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. وَيَقُولُ الَّذِينَ كَفَرُوا لَسْتَ مُرْسَلًا قُلْ كَفَى بِاللَّهِ شَهِيدًا بَيْنِي وَبَيْنَكُمْ وَمَنْ عِندَهُ عِلْمُ الْكِتَابِ. നീ ദൈവത്താൽ നിയുക്തനായ പ്രവാചകനല്ലെന്ന് സത്യനിഷേധികൾ ഘോഷിക്കുന്നു. അവരോട് പറയുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അല്ലാഹു മതി. കൂടാതെ വേദജ്ഞാനമുള്ളവരുടെ സാക്ഷ്യവുമുണ്ട്. യഥാർത്ഥ ദൈവിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിവുള്ളവർ ഞാൻ സമർപ്പിക്കുന്നത് പൂർവ്വപ്രവാചകന്മാർ കൊണ്ടുവന്നതു തന്നെയാണെന്ന് സാക്ഷ്യം വഹിക്കുന്നതാണ്.